ബഹുമാനപ്പെട്ട ശ്രീ എച്ച് സലാം, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ജനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സർ, രാജ്യത്താകെയുള്ള മതനിരപക്ഷവാദികൾക്ക് വളരെയേറെ ആശ്വാസകരമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടതിന് ശേഷമാണ് നമ്മളെല്ലാം ഇതുപോലെ സമ്മേളിക്കുന്നത്. സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയെല്ലാം രണ്ട് ഭാഗത്തു നിന്നും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. UDFൻ്റെ ഭാഗത്ത് സംസാരിച്ച പരിണിതപ്രജ്ഞനായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ, കർണാടകത്തിലോ മറ്റോ ചുമതലയ്ക്ക് പോയ പ്രിയപ്പെട്ട വിശ്വനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെക്കുറിച്ചെല്ലാം വിശകലനം ചെയ്ത് വരുമ്പോൾ അവർക്ക് BJPയെക്കാളും എന്തോ ഒരു ശത്രുത മനോഭാവം പുലർത്തുന്നവർ ഇടതുപക്ഷമാണെന്ന മട്ടിലാണ്. പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷം രാജ്യത്തേ ഇല്ല എന്നാണ്. രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലെ അംഗബലം നോക്കിയിട്ടും നിയമസഭയിലെ അംഗബലം നോക്കിക്കൊണ്ടും മാത്രം നമ്മൾ രാഷ്ട്രീയത്തെ കണ്ടാൽ, ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കാനൊന്നും ആളല്ല, ഞാൻ വളരെ ജൂനിയറാണ്, എവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാന സാന്നിധ്യം അറിയുന്നത് എവിടെയാണെന്നുള്ളത് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശേഷിയുള്ള നേതാക്കൾ തന്നെയാണ് ഈ സംസാരിച്ചവരെല്ലാം. പാർലമെൻറ്റ് എണ്ണം കുറവായിരിക്കും, പക്ഷേ ഇന്ത്യയിൽ നരേന്ദ്രമോദി ഉയർത്തിയ വർഗീയ രാഷ്ട്രീയത്തോട് പൊരുതാൻ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരുപക്ഷെ പല സന്ദർഭങ്ങളിലും കോൺഗ്രസിനേക്കാളും മുന്നിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള കാര്യം. ഒരു ദിവസം കൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി മത്സരിച്ചപ്പോൾ കിട്ടിയ സീറ്റല്ല ഇത്. രാജ്യത്താകെ വോട്ടർമാർ മനസ്സുണ്ടാക്കിയ മാറ്റമുണ്ട്. ആ മാറ്റത്തിൽ JNUവിലുണ്ടായ സമരമുണ്ട്, രാജ്യത്തെ കാർഷിക സമരമുണ്ട്, നാസിക്കിൽ നിന്ന് ആരംഭിച്ച് ചെങ്കൊടി ഏന്തി ലക്ഷക്കണക്കായ കൃഷിക്കാർ ഒരു MLAയും ഇല്ലാത്തിടത്ത് ഒരു MPയും ഇല്ലാത്തിടത്ത് മാർച്ച് ചെയ്തതിൻ്റെ അന്തരീക്ഷമുണ്ട്. ഇങ്ങനെയെല്ലാം നോക്കിയാൽ കാണാൻ കഴിയും. രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതിയായി സമീപകാലത്ത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഇലക്ട്രൽ ബോണ്ടാണ്. ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ സമാഹരിക്കുന്ന കള്ളപ്പണം കൂടി ചേർത്ത് വർഗീയതയ്ക്ക് പുറമെ പണമൊഴുക്കി വിജയം വരിക്കാൻ കഴിയുമെന്നാണ് നരേന്ദ്രമോദി കരുതിയത്. പക്ഷെ അതിനൊരു ബ്രേക്ക് കൊടുക്കാൻ രാജ്യത്ത് ഇടതുപക്ഷമാണ് ഉണ്ടായിരുന്നത്. സഖാവ് സീതാറാം യെച്ചൂരിയാണ് സുപ്രീം കോടതിയെ സമീപിച്ച് ആ ഇലക്ട്രൽ ബോണ്ട് റദ്ദീകരിപ്പിക്കാൻ ആവശ്യമായി വിധി സമ്പാദിച്ചത്. നിങ്ങൾക്കിതുപോലെ പറയാൻ പറ്റില്ല, കാരണം നിങ്ങളതിൻ്റെ പങ്ക് പറ്റിയവരാണ്. രാജ്യത്ത് BJPയും കോൺഗ്രസ് ഒരുപോലെ അതിന് പങ്ക് പറ്റിയവരാണ്. പക്ഷേ രാജ്യത്ത് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ കള്ളപ്പണത്തിൻ്റെ ചില്ലിക്കാശ് പോലും കൈവശപ്പെടുത്താത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യക്കകത്തുണ്ടെങ്കിൽ അത് CPIഎമ്മും CPIയുമാണ്, ഇടതുപക്ഷമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. ബിൽക്കീസ് ബാനു കേസ് ഏറ്റവും ക്രൂരമായ അനുഭവമായി രാജ്യം വിങ്ങലോടെ കേട്ട വാർത്ത. ഇപ്പോഴും നമുക്ക് പൈശാചികമെന്ന വാക്കിന് അപ്പുറം ഒരു വാക്കുണ്ടെങ്കിൽ അതിനെ ചേർത്ത് പറയാൻ പറ്റുന്ന കാര്യം, അതിലെ പ്രതികളെ വിട്ടയക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചപ്പോൾ ആ പ്രതികളെ തിരിച്ച് ജയിലിലേക്ക് അയക്കാൻ ആരാണ് കേസിന് പോയത്? CPIഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് സുഭാഷിണി അലിയാണ് കേസ് കൊടുത്ത് തിരിച്ച് ജയിലിലേക്ക് അയച്ചത്. നിങ്ങൾ നോക്ക്, ജമ്മു കാശ്മീർ പുതിയ നിയമം ഉണ്ടാക്കി, എല്ലാം ബാൻ ചെയ്തു, ഒരാൾ പോലും അവിടേക്ക് എത്താൻ പാടില്ല തീരുമാനിച്ചു. സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയെ സമീപിച്ച് വിധി സമ്പാദിച്ച് നിങ്ങൾ മടങ്ങിപ്പോയി. നിങ്ങളുടെ പ്രധാന നേതാക്കന്മാർ അവിടെ കടക്കാൻ കഴിയാതെ മടങ്ങിപ്പോയ സമയത്ത്, കോൺഗ്രസ് മടങ്ങിയ സമയത്ത് CPIഎമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് കാശ്മീരിൽ ആദ്യമായി കാലുകുത്തിയ നേതാവ് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകാൻ വേണ്ടി പാടില്ല. നിങ്ങൾ നോക്ക്, ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ എവിടെയാണ് ഇടതുപക്ഷം എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതുപോലെ ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തെ തെരുവുകളിൽ പാവപ്പെട്ട മനുഷ്യൻ ജീവിക്കുന്ന തെരുവുകളിൽ ആ കുടികളെല്ലാം ചാമ്പലാക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ ബുൾഡോസർ കടന്നു വന്നപ്പോൾ അതിന്റെ മുന്നിൽ പോയി വിരൽ ചൂണ്ടി നിൽക്കാൻ ഉണ്ടായിരുന്ന നേതാവ് സഖാ വൃന്ദ കാരാട്ടാണ്. രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല എന്ന കാര്യം മറന്നു പോകരുത്. ഇതല്ലേ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം? പിന്നെ വോട്ടിന്റെ കണക്ക് ഇവിടെ പറഞ്ഞു വന്നപ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസിന് സഖ്യകക്ഷിയാണ് CPM എന്ന മട്ടിൽ പോലും പറഞ്ഞു. ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ വേണ്ടി ആവർത്തിക്കേണ്ടതായിട്ടില്ല. അവിടെ DMK നയിക്കുന്ന മുന്നണിയല്ലേ? ആ മുന്നണിയിൽ നിങ്ങളൊരു ഘടകകക്ഷിയാണ്, ഞങ്ങളുടെ ഘടകകക്ഷിയാണ്. അല്ല, നിങ്ങളുടെ ഘടകകക്ഷിയാണ് ഞങ്ങൾ. എന്തിനാണ് കേരളം വിട്ട് പുറത്ത് നമ്മൾ ഒരുമിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചിട്ട് ഇവിടെ വന്ന് വേറെ വർത്തമാനം പറയേണ്ട കാര്യമുണ്ടോ? DMK ഇവിടെ മുന്നണിയുടെ ഭാഗമല്ലെങ്കിൽ നിങ്ങളൊക്കെ എത്ര സീറ്റ് ജയിക്കും? തമിഴ്നാട്ടിൽ ജയിക്കുമോ? 0 ഉണ്ടാവുള്ളൂ.
ഇവിടെ നേരത്തെ ആരോ സംസാരിച്ചു, നിങ്ങൾ നോക്ക്, നിങ്ങൾ നേർക്ക് നേരെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരിക്കുന്ന നേർക്കുനേർ മത്സരിക്കുന്ന സീറ്റുകൾ സംസ്ഥാനം നോക്ക്. നിങ്ങളുടെ കഴിവുകളില്ല. അതാണ് രാവിലെ ഗോവിന്ദ് മാഷോട് പറഞ്ഞത്. നിങ്ങളുടെ വിന്നിംഗ് റേറ്റ് നോക്ക്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹിമാചൽ, ഗുജറാത്ത്, കർണാടകം, ഉത്തരാഖണ്ഡ്. ബി ജെ പിയും കോൺഗ്രസും നേർക്ക് നേരെ മത്സരിച്ച സംസ്ഥാനങ്ങളാണ്. എത്ര സീറ്റ് കിട്ടി? ഈ സംസ്ഥാനത്തു നിന്നാണ് ബി ജെ പി സീറ്റ് വാരി കൂട്ടിയത്. ഇന്ത്യ മുന്നണി നേടിയ ആകെ സീറ്റിന്റെ 40% മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് എന്ന വിചാരം നിങ്ങൾക്ക് വേണം കേട്ടോ. പഴയ പോലെ 5-4 ഭൂരിപക്ഷമോ 4-3 ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുകയാണെന്ന ഭാവത്തിലാണ് സംസാരിക്കുന്നത്. അത്ര അഹങ്കാരം കയറിയിരിക്കുക. ഇപ്പോഴേ 40% സീറ്റേ ഉള്ളൂ. എൻ ഡി എ മുന്നണിയിൽ ബി ജെ പിക്ക് 80% സീറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി നേടിയ സീറ്റിന്റെ 60% പ്രാദേശിക പാർട്ടികൾ, ഇടതുപക്ഷം എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ സീറ്റാണ്. കോൺഗ്രസിന് മിടുക്കൊണ്ട് മാത്രം ഉണ്ടായ സീറ്റാണെന്ന് വിചാരിക്കേണ്ട. ഞങ്ങളത് പറയുന്നത് നിങ്ങൾ തകർന്നു പോകണം എന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നേർക്കെതിരെ മത്സരിക്കുന്നിടത്താണ് കൂടുതൽ സീറ്റ് നഷ്ടം സംഭവിച്ചത്. പ്രാദേശിക പാർട്ടി ഉള്ളിടത്ത്, മറ്റു പാർട്ടി സഹായം ഉള്ളിടത്തെല്ലാം നമുക്ക് വിൻ ചെയ്യാൻ കഴിഞ്ഞു. നമുക്കെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് വിൻ ചെയ്യാൻ കഴിഞ്ഞു, ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അഹങ്കാര വർത്തമാനം പറയാൻ പാടില്ല. കേരളത്തെ വോട്ടിംഗ് സീറ്റ് നോക്കിയപ്പോൾ ശ്രീ രമേശ് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം വളരെ വാചാലമായി CPM തകർച്ചയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ജില്ലക്കാരല്ലേ, അവിടെ തോട്ട് കിടക്ക് നമുക്കറിയില്ലേ. കേരളത്തിൽ മത്സരിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവാരാ? ശ്രീ KC വേണുഗോപാലല്ലേ മത്സരിച്ചത്? എത്ര വോട്ട് കുറഞ്ഞു? ഷാനിമോൾ ഉസ്മാൻ നേടിയ വോട്ടിനേക്കാൾ 31,000 വോട്ട് കുറഞ്ഞു ആലപ്പുഴയിൽ KC വേണുഗോപാലിന്. അതല്ലേ യാഥാർത്ഥ്യം? 31,000 വോട്ട് കുറഞ്ഞു. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ഇവിടെ വാചാലമായി സംസാരിച്ചു, CPM ആക്ഷേപിച്ചിട്ട്. പിണറായി വിജയൻ ദാക്ഷിത്യത്തെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് കേരളത്തിൽ വോട്ട് കുറഞ്ഞിരിക്കുന്നു ഇടതുപക്ഷം എന്നല്ലേ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഹരിപ്പാട്ട് UDF വോട്ട് പോയത് സാക്ഷാ രമേശ് ചെന്നിത്തലയെ നിങ്ങളുടെ ദാക്ഷ്യം കൊണ്ടുപോയ വോട്ടാണോ? ആണെങ്കിൽ നിങ്ങൾ പറയും എത്ര വോട്ട് പോയി? 2021 അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 72,768 വോട്ട്. ഇപ്പോ KC വേണുഗോപാൽ പിടിച്ചോട്ട് 48,466. കുറവ് എത്രയാ? 24,302 വോട്ടിന്റെ കുറവ്. ഹരിപ്പാട് മണ്ഡലത്തിൽ UDF വോട്ട് പോയ പോക്ക് അങ്ങനെയാ. ഞങ്ങൾ ചോദിക്കുന്നത്, കേരളത്തിൽ വോട്ട് വ്യത്യാസം ഉണ്ടായത് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ പറയപ്പെട്ട പോലെ ദാഷ്ട്യത്തിന്റെ ഭാഗമായി പോയതാണെങ്കിൽ ഹരിപ്പാട്ട് നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ദാഷ്ട്യം കൊണ്ട് പോയ വോട്ടാണോ? ആണെങ്കിൽ നിങ്ങൾ അതുകൂടി ചേർത്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കേരളത്തോട്ട് നിങ്ങൾ നോക്ക്, ഞങ്ങൾ തോറ്റു എന്ന കാര്യം ശരിയാ. ഭാഷയുടെ പ്രശ്നമാണോ? ഒരു ഭരണാധികാരിയെ വിലയിരുത്തപ്പെടുന്നത് എങ്ങനെയാ? ഭാഷ കൊണ്ട് വിലയിരുത്തപ്പെടുന്നതാണോ? അങ്ങനെയാണെങ്കിൽ K. സുധാകരന്റെ ഭാഷ എന്താ? അതും ആലപ്പുഴയിൽ വന്ന് അദ്ദേഹം സംസാരിച്ചത് ഒരു ജാഥാ സമയത്ത്. വലതുവശം ഷാനിമോൾ ഉസ്മാൻ, ഇടതുവശം ബാബു പ്രസാദ് പറഞ്ഞ ഭാഷ എന്താണ്? അൺപാർലമെന്ററി ആയതുകൊണ്ട് സഭയിൽ ഞാൻ പറയുന്നില്ല, മൈ ഡിയർ എന്നല്ലേ വിളിച്ചത്. അദ്ദേഹം വിളിച്ച മനോഹരം, അതിനൊക്കെ മനോഹരമാണ് വിളികേട്ട ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാ. ഞങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ ഇതിനൊക്കെ എത്രയോ വലുതാണ്. മനസ്സിലായില്ലേ? ശ്രീ K. സുധാകരൻ പറഞ്ഞ എത്രയോ വലിയ അശ്ലീലമാണ് ഞങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കുന്നത് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഭാഷയാണോ ഒരു നേതാവിന് അളക്കുന്ന കാര്യം? ഒരു ഭരണാധികാരി ഒരു നാടിന് വേണ്ടി എങ്ങനെ നിലപാടെടുക്കുന്നു എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. ഒരു നാടിനെ എങ്ങനെ നയിക്കുന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. ഇവിടെ അതെല്ലാം ആവർത്തിക്കപ്പെടുന്നില്ല. ഞാൻ ഇവിടെ പറഞ്ഞു, തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞു, തോറ്റിട്ട് അടിയോടടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം BC പറയേണ്ടതായിട്ടില്ല. വോട്ട് കുറഞ്ഞ കണക്ക് കുറഞ്ഞു. കേരളത്തിൽ ഒരു മിനിറ്റ് കേരളത്തിൽ കുറഞ്ഞ എത്രയാ? നിങ്ങൾക്കാണ് 2.18% കുറഞ്ഞു. ഞങ്ങൾക്ക് 1.81% മാത്രമാണ് വോട്ട് കുറഞ്ഞത്. ഞങ്ങളെക്കാൾ വോട്ട് പോയത് നിങ്ങൾക്കാണ്. തൃശ്ശൂരിൽ അടിയോടടിയെ കുറിച്ചുകൂടെ പറഞ്ഞു. ബർനാഡ് ഷാ പറഞ്ഞ പോലെ തങ്ങൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആദ്യം ചെരുപ്പൂടി കരണത്തൊന്ന് അടിക്കുക, എന്നിട്ട് പറയുക എന്ന് പറഞ്ഞ് ബർനാഡ് ഷായാണ്. സാർ, ബർനാഡ് ഷാ പറഞ്ഞ പോലെയാണ് തൃശ്ശൂർ DCCയിൽ ഇപ്പൊ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനാഭ്യർത്ഥനയെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും.